കൃഷ്ണദേവരായരുടെ രാജദർബാറിലുള്ള എല്ലാവരും തെന്നാലിരാമന്റെ കഴിവിലും ബുദ്ധി സാമർഥ്യത്തിലും അസൂയാലുക്കളായിരുന്നു. എങ്ങനെയെങ്കിലും തെന്നാലിരാമനേക്കാളും നല്ല പേര് സമ്പാദിക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹത്തെക്കുറിച്ച് പല പരദൂഷണങ്ങളും പറഞ്ഞു വരുത്താൻ തുടങ്ങി. മഹാരാജാവിന് തെന്നാലിരാമനെ കുറിച്ച് സംശയം തോന്നിയതേയില്ല. പക്ഷേ പലതവണ പറയുന്ന നുണ ഒരിക്കൽ സത്യമായി തീരുന്നത് പോലെ ഒരു ദിവസം രാജാവിന് സംശയം തോന്നാൻ ആരംഭിച്ചു. അടുത്ത ദിവസം തെന്നാലിരാമൻ രാജദർബാറിൽ എത്തിയപ്പോൾ മഹാരാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, തെന്നാലി, താങ്കൾ പ്രജകളെ കബളിപ്പിച്ച് ധാരാളം കൈക്കൂലി വാങ്ങുന്നതായി ഒരുപാട് പരാതികൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? മഹാരാജൻ, അങ്ങിത് വിശ്വസിക്കുന്നുണ്ടോ? ഉവ്വ്. താങ്കൾ നിരാകരിക്കുന്നുവെങ്കിൽ തെളിയിച്ച് കാണിക്കൂ. മഹാരാജാവ് പറയുന്നത് കേട്ട തെന്നാലിരാമൻ വളരെ അപമാനിതനായി ഒന്നും മിണ്ടാതെ രാജദർബാറിൽ നിന്ന് നടന്നു. അടുത്ത ദിവസം രാജദർബാർ ആരംഭിച്ചപ്പോൾ ഒരു കാവൽക്കാരൻ മഹാരാജാവിന്റെ പക്കൽ ഒരു സന്ദേശം കൊണ്ടുവന്ന് കൊടുത്തു. മഹാരാജൻ, പ്രണാമം. ഈ രാജദർബാറിൽ വർഷങ്ങളായി ഞാൻ സേവനമനുഷ്ഠിച്ചു വരുന്നു. ഞാൻ ഒന്നിനും ആഗ്രഹിച്ചിട്ടില്ല. ഇതുപോലൊരു കുറ്റാരോപണം ഉണ്ടായിട്ടില്ല. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ജീവൻ വെടിയുകയല്ലാതെ വേറെ വഴിയില്ല രാജൻ. അയ്യോ, തെന്നാലി നമ്മെ എല്ലാവരെയും ഉപേക്ഷിച്ചു ഇഹലോകവാസം വെടിഞ്ഞു. തെന്നാലി വളരെ നല്ലവനായിരുന്നു രാജൻ. അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചത് മഹാ അപരാധമായി പോയി. രാജഗുരു ഇപ്രകാരം പറഞ്ഞ ഉടനെ ദർബാറിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരും അദ്ദേഹത്തെ പ്രശംസിച്ചു പറയാൻ തുടങ്ങി. പ്രജകളുടെ ഇടയിൽ പ്രച്ഛന്ന വേഷത്തിൽ നിന്നുകൊണ്ടിരുന്ന തെന്നാലിരാമൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ താടി മാറ്റി രാജാവിന്റെ പക്കലേക്ക് നടന്നു വന്നു. മഹാരാജൻ, പ്രണാമം. തെന്നാലിരാമ, താങ്കൾ മടങ്ങി വന്നുവോ? അതെ രാജൻ, ഈ ദർബാറിൽ എല്ലാവരും എന്നെ പുകഴ്ത്തി സംസാരിച്ചു. എന്റെ സത്യസന്ധത തെളിയിക്കാൻ ഇതിനേക്കാൾ എന്തു വേണം? തെന്നാലിരാമ, താങ്കൾ സത്യസന്ധനാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തെറ്റിദ്ധരിച്ച ഞാനാണ് മൂഢൻ. തെന്നാലിരാമൻ സന്തോഷത്തോടെ മഹാരാജാവിനെ വന്ദിച്ചപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ മന്ത്രി ലജ്ജിച്ച് തലകുനിച്ചു. എന്റെ പ്രിയ കൂട്ടുകാരെ, നമ്മൾ നല്ലവരായി ജീവിച്ചാൽ എപ്പോഴും നല്ല പേര് സമ്പാദിക്കാം. മനസ്സിലായോ? ഇന്ന് നാം അന്വേഷിക്കാം. പിറ്റേന്ന് രാജസദസ് തുടങ്ങി. സദസ്യരെ, നിങ്ങളിൽ ആർക്കെങ്കിലും രസഗുല്ലയുടെ വേര് എവിടെ കിട്ടുമെന്ന് അറിയാമോ? എന്തിനാണ് ചിരിക്കുന്നത്? നമ്മുടെ അതിഥികളിൽ ഒരാൾ അത് കഴിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞാലും.